ചേട്ടാ, എൻ്റെ കയ്യിൽ കുറച്ച് ചേട്ടൻ്റെ പാട്ടുകളുണ്ട്. അപ്പോൾ ഈ പാട്ടുകൾ പറയുമ്പോൾ ചേട്ടൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഓർമ്മകളാണ് പറയേണ്ടത്. ചെന്താർമിഴി. ഇത് പാടാൻ ഒരു വഴി വന്നത് കമൽ സാറും ഒരു കാരണക്കാരനാണ്, ഡയറക്ടർ കമൽക്ക എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു ഉടനെ തന്നെ എം ജയന്തറിനെ വിളിക്കണം, ഒരു പാട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ കുട്ടൻ ചേട്ടനെ വിളിച്ചു. അങ്ങനെയാണ് ഈ പാട്ട് പാടുന്നത്. നല്ലൊരു തമിഴ് കലർന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചേട്ടാ രണ്ടുപേരും അയ്യർ ഫാമിലിയിൽ നടക്കുന്ന ഒരു കല്യാണത്തിന്റെ ഭാഗം. ഓ തീർച്ചയായിട്ടും. ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണേനു കണ്ണാം എൻ കൺമണി കണ്ണൂഞ്ചലാടും മങ്കൈമണി നീ മാർഗഴി തിങ്കളിൻ മടുമലർ മടിത്തട്ടിലെ പൊന്മാനോ പാൽക്കനവോ. അടുത്തത് കുട്ടനാടൻ കായലിലെ ഒരു നാഷണൽ ആന്തം പോലെ ആയൊരു പാട്ടാണ്. അതെ, കുട്ടനാടൻ കായലിലെ ഞാൻ മോഹൻ ചേട്ടന് വേണ്ടി രണ്ടാമത് പാടുന്ന പാട്ടാണ്. ആദ്യം പാടിയത് മലർ കിളിയുടെ അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, ഞാൻ അത് 2-3 പേര് ചേർന്നാ പാടിയത്. അതെ, ഈ പാട്ട് ചേതന സ്റ്റുഡിയോയിൽ വെച്ചാണ് റെക്കോർഡ് ചെയ്തത്. കുട്ടനാടൻ കായലിലെ മലർ കിളിയുടെ ഇങ്ങനൊരു ഹ്യൂജ് മാസിവ്. അന്ന് ഞാൻ വിചാരിച്ചില്ല ഇത്ര ഹിറ്റാവുമെന്ന്. പക്ഷെ നല്ലൊരു ഓളോള പാട്ടാണെന്ന് അന്ന് തോന്നി. ഗാനമേളക്കാർക്കൊക്കെ പറ്റുന്ന ഒരു പാട്ടാണെന്ന് എനിക്ക് തോന്നി. അത് ആദ്യം ഞാൻ മാത്രമാണ് പാടിയിരുന്നത്. ഞാൻ മാത്രം ഫുൾ സോങ് പാടി. അതിൻ്റെ കാസറ്റ് എൻ്റെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. ഞാൻ മാത്രം പാടിയത്. പിന്നീടാണ് അത് മണിച്ചേട്ടൻ വന്ന് പാട്ടാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉള്ള ഭാഗം മമ്മൂക്കയ്ക്ക് വേണ്ടി ഞാനും മനോജ് ചേട്ടന് വേണ്ടിയിട്ട് മണിച്ചേട്ടനും. അങ്ങനെയാണ്. മണിച്ചേട്ടനായിരുന്നു ആ സിനിമയിൽ അഭിനയിക്കേണ്ടത്. പക്ഷേ വേറെ ഭാഷകളിൽ തിരക്കായതുകൊണ്ട് അതിൽ അഭിനയിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഈ പാട്ട് ഫുള്ള് പാടി. പക്ഷെ ഇത് ഇത്രയും വലിയൊരു ഹിറ്റാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പിന്നെ അതിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഈ പാട്ടും എൻ്റെ എല്ലാ പ്രോഗ്രാമിലും ഒരു അവസാന സമയത്ത് പാടുന്ന ഒരു പാട്ടാണ്. ഇപ്പോൾ ഓരോ പാട്ടുകാർക്കനുസരിച്ച് വോയിസ് ചേഞ്ച് ചെയ്യാനോ അങ്ങനെയൊക്കെ ശ്രമിക്കാറുണ്ടായിരുന്നു. ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട് ആരാണ് അഭിനയിക്കണമെന്ന് ചോദിക്കാറുണ്ട്. കട്ടിയുള്ള വോയിസ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ കട്ടിയുള്ള രീതിയിൽ പാടും. മൈൽഡായിട്ടുള്ള വോയിസ് ഉള്ള ആൾക്കാർക്ക് അതുപോലെ പാടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അല്ലു അർജുന് അതെ ഏതോ പ്രിയരാഗം മൂടി. മനസ്സിലാക്കാൻ പോലും പറ്റില്ല. പിന്നെ ഔസേപ്പേട്ടൻ ഒരു പാട്ട് സോഫ്റ്റ് ആയിട്ട് പാടിപ്പിച്ചിട്ടുണ്ട്. അതും പ്രത്യേകിച്ച് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ചെന്താമരയേ വാ എന്നുള്ള പാട്ട്. ചെന്താമരയേ വാ, ആ പാട്ട് അത് ഈ വോയിസ് തന്നെയാണ് പാടിയത്. ചേട്ടൻ്റെ ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് വീട്ടിൽ അങ്ങനെ ആരെങ്കിലും? അച്ഛനും അമ്മയ്ക്ക് പാടാനുള്ള കഴിവുണ്ടായിരുന്നു. പക്ഷേ പ്രൊഫഷണലായിട്ട് ആരും എൻ്റെ കുടുംബത്തിൽ നിന്നില്ല. ചേട്ടൻ ക്രിക്കറ്റ് കളിക്കും? ക്രിക്കറ്റും കളിക്കാറുണ്ട്. സ്കൂൾ ടീമിലും കോളേജ് ടീമിലും ഞാൻ ഉണ്ടായിരുന്നു. ഓപ്പണിംഗ് ഫാസ്റ്റ് ബോളറായിരുന്നു 2 സ്കൂളിലും കോളേജിലും.